കോട്ടയം പാലായിൽ നിർണായക നീക്കം നടത്താൻ UDF വിമത രംഗത്ത് വരുന്നു. ഏത് മുന്നണിക്കൊപ്പം നിൽക്കണമെന്ന് വാർഡിൽ പിന്തുണ നൽകിയവരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് നിയുക്ത കൗൺസിലർ മായ രാഹുൽ 24-നോട്. മുന്നണികളുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും മായ രാഹുൽ പറയുന്നു. എൻ്റെ വാർഡിൽ നിന്നും എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അഭ്യുദയകാംക്ഷികൾ അല്ലെങ്കിൽ പാർട്ടിക്കും എല്ലാത്തിനും ഉപരിയായിട്ട് എനിക്കൊരു കോൺസ്റ്റന്റ് സപ്പോർട്ട് തന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഇവരോടൊക്കെ ചോദിച്ചും അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ ചെയ്തിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാമെന്ന് തന്നെയാണ്. ഇതുവരെ ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. യാതൊന്നും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുകയാണ്. ടോബി, അവരുടെ മനസ്സിലിപ്പോൾ ഒരു ചൂടുമാറ്റമാണോ, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? SKN പാലാ നഗരസഭ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ആ 4 പേർ വിജയിച്ചത് വളരെയധികം നിർണായകമായി മാറിയിരിക്കുകയാണ്. കാരണം ഇരു മുന്നണികൾക്കും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. LDFന് 12 സീറ്റുകൾ ഉണ്ടെങ്കിൽ UDFന് 10 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഈ 4 പേർ നിർണായകമാണ്. ബിനു പുളിക്കക്കണ്ടം ഫാമിലി, ബിനു പുളിക്കക്കണ്ടവും അതുപോലെ തന്നെ മകൾ ദിയയും അതുപോലെ തന്നെ ബിജു സഹോദരനും അവരൊരു തീരുമാനം, 3 പേരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 21-ാം തീയതിയാണ് അവരുടെ തീരുമാനം വരുന്നത്. അപ്പോൾ മായയുടെ കാര്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. എല്ലാവരും പുളിക്കക്കണ്ട ഫാമിലിയുടെ തീരുമാനം നിർണായകമാണെന്ന് പറയുമ്പോഴും മായ രാഹുൽ എന്ന് പറയുന്ന UDFന്റെ വിമത സ്ഥാനാർത്ഥിയും നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDFുമായി അടുക്കുമെന്നുള്ള സൂചനകളാണ് പുളിക്കക്കണ്ടം ഫാമിലിയിൽ നിന്നും പുറത്തു വരുന്നത്. UDF ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതേസമയം തന്നെ LDFും ഇവരെ സമീപിച്ചിട്ടുണ്ട്. ബിനു പുളിക്കക്കണ്ടം UDFനൊപ്പം പോവുകയാണെങ്കിൽ 10-ഉം 3-ഉം 13 സീറ്റുകളാകും. അങ്ങനെ വന്നാൽ മായ രാഹുലിന് വേണമെങ്കിൽ LDFനൊപ്പം നിൽക്കാൻ സാധിക്കും. അപ്പോൾ 13-13 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെയാണ് മായയുടെ സാധ്യതകൾ മങ്ങിയിട്ടില്ല എന്ന് ഇപ്പോൾ മായ തന്നെ പറയുന്നത്. ഒരു കൗൺസിലറായി വിജയിക്കാൻ മാത്രമാണ് താൻ ആലോചിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് വാർഡിൽ നിന്നും വോട്ട് ചെയ്തവരും പിന്തുണ നൽകിയ സുഹൃത്തുക്കളും എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷം ഒരു തീരുമാനം എടുക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ മായ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, തനിക്ക് ആരുടെയും പിന്തുണയില്ലായിരുന്നു, താൻ ഒറ്റയ്ക്കാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ആരോടും കാര്യമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല എന്നുകൂടി മായ പറഞ്ഞു വെക്കുന്നുണ്ട്. UDFുമായി ഉടക്കി നിൽക്കുകയായിരുന്നു. മായ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ മായയുടെ ഭർത്താവിനെതിരെയൊക്കെ കോൺഗ്രസ് നടപടി സ്വീകരിച്ചതാണ്. അപ്പോൾ LDFുമായി അടുക്കുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ ബാക്കിയുണ്ട്. പക്ഷേ ആ ഒരു തീരുമാനത്തിലേക്കും മായ ഇപ്പോൾ എത്തിയിട്ടില്ല. പുളിക്കക്കണ്ടം ഫാമിലി എടുക്കുന്ന തീരുമാനം എന്താണോ അതിനനുസരിച്ച് ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ തന്നെയാണ് മായ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുളിക്കക്കണ്ടം ഫാമിലി മാത്രമല്ല, മായ രാഹുൽ എന്ന UDF വിമത സ്ഥാനാർത്ഥിയും ഇത്തവണ പാലാ നഗരസഭയിൽ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.